താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്നറിയപ്പെട്ടിരുന്ന ശിവക്ഷേത്രമായിരുന്നു. ആയിട്ടില്ല, അത് വരാൻ പോണ പ്രശ്നം. അടുത്ത ഇലക്ഷന്റെ മുന്നേ അവർക്ക് കത്തിക്കാനുള്ള അടുത്ത പ്രശ്നം. ഇതിന്റെ പിന്നാലെ പോയിട്ട് തമ്മിൽ തല്ലുന്നതിന്റെ മുമ്പ് നമുക്ക് ഒരു പഠനം നടത്താം. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന BJP എന്ന ശക്തമായ പാർട്ടി, ആ പാർട്ടി ആദ്യമായിട്ട് ലോക്സഭാ ഇലക്ഷനിൽ നിന്നതും അന്ന് മുതൽ അവരുടെ മാർക്കറ്റിംഗ് ഇന്ന് വരെ ഈ തേജോ മഹാലിൽ വരെ എത്തി നിൽക്കുന്ന കഥകൾ, ഒരു 32 വർഷത്തെ കഥകൾ ഒന്ന് പറഞ്ഞു നോക്കാം. 1984 ഏപ്രിൽ മാസത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനം ഉണ്ടാക്കി. ജൂണിൽ രാം ജന്മഭൂമി മുക്തി യോജന സമിതി അതുണ്ടാക്കി. ഡിസംബറിൽ ലോക്സഭാ ഇലക്ഷൻ 2 സീറ്റ് BJPക്ക്. ബാബരി മസ്ജിദ് നിൽക്കുന്നത് രാമന്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ് ബാബരി മസ്ജിദ് പൊളിക്കണമെന്നും അവിടെ രാമക്ഷേത്രം പണിയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് സീൻ സ്റ്റാർട്ട് ആക്കിയത്. മസ്ജിദ് ആണല്ലോ, ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പൂട്ടിയിട്ടതാണ്. 86 പൂട്ട് തുറന്നു. 89 ശിലാന്യാസം നടത്തി. 89 നവംബറിലെ ഇലക്ഷൻ 85 സീറ്റ്. വളർച്ച ഉണ്ടോ? ഈ പറഞ്ഞ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോയത് അത്ര സിമ്പിൾ ഒന്നല്ല. അത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതാണ് ആ 2 സീറ്റിൽ നിന്ന് 85 സീറ്റിലേക്കുള്ള വളർച്ച. കണ്ണൂരിൽ അദ്വാനിന്റെ രഥയാത്ര, അതിൽ അദ്വാനിന്റെ അറസ്റ്റ്, കരസേവക പ്രക്ഷോഭം, അതിലൊക്കെ പാട് അങ്ങോട്ട് BJP വളർന്ന് 91 അടുത്ത ഇലക്ഷൻ 120 സീറ്റ്. 92 ബാബരി പൊളിച്ചു. 92, 93 മുംബൈ കലാപങ്ങൾ. ഈ ബാബരി പൊളിച്ചതിന്റെ പേരിലുണ്ടായ ഇന്ത്യയിൽ മുഴുവൻ ഇഷ്ടം പോലെ കലാപങ്ങൾ. എത്ര പേര് മരിച്ചെന്നുള്ള എണ്ണം തന്നെ പലതരം കണക്കുകൾ. 93 മുംബൈ സ്ഫോടനങ്ങൾ, അതും ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു സാധനമാണ്. ഇന്ത്യ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മുസ്ലിങ്ങളാണല്ലോ, ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളാണല്ലോ. നടന്നിട്ടുള്ള ഓരോ തീവ്രവാദി ആക്രമണങ്ങളും അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ ഇതൊക്കെ കണക്റ്റഡ് ആണ്. 96 അടുത്ത ഇലക്ഷൻ 161 സീറ്റ്, ഏറ്റവും വലിയ ഒറ്റകക്ഷി. 97 പിരിച്ചുവിട്ട് 98 വീണ്ടും ഇലക്ഷൻ 182 സീറ്റ്. 2002 ഗോദ്ര ട്രെയിൻ തീപിടുത്തം. ഇതിന്റെ പിന്നാലെയാണ് ഗുജറാത്ത് കലാപം, ഭീകരമായ വർഗീയ ആക്രമണം. മുസ്ലിങ്ങളടക്കം ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ഒരുപാട് പേര് നാടുവിട്ടു പോവുകയും ചെയ്തു. അതിന്റെ ചരിത്രം സിനിമയിലടക്കം നമ്മൾ വൃത്തിക്ക് കണ്ടതാണ്. സൈറാബാനുവിനൊക്കെ ഓർമ്മയില്ലേ? അതിന്റെ പശ്ചാത്തലത്തിൽ നാടിങ്ങനെ കത്തിക്കരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2004 വീണ്ടും ഇലക്ഷൻ 138 സീറ്റ്. വളർച്ച മനസ്സിലാക്കണം. 2006 മലേഗാവ് സ്ഫോടനം, 2008 വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം തീവ്രവാദികളുടെ. 2009 ഇലക്ഷൻ 116 സീറ്റ്, ലേശം കുറഞ്ഞ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള അടുത്ത പരിപാടികൾ. 2013 UP മുസഫർ നഗർ കലാപം, ലക്ഷ്യബോധത്തോടു കൂടി നാടിനെ കുട്ടിച്ചോറാക്കിയ പരിപാടി. 2014 ഇലക്ഷൻ 282 സീറ്റ്, ഭരണം കിട്ടി. ഭരണത്തോടു കൂടി നടന്നിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ യോജനകളുടെ ലിസ്റ്റും ഉണ്ട്, കോർപ്പറേറ്റ്സുമായിട്ട് ഉണ്ടാക്കിയ ഡീലുകൾ, കോർപ്പറേറ്റ്സിന് പണയം വെച്ചതും കോർപ്പറേറ്റ്സിന് അടിയറ വെച്ചതുണ്ട്, എല്ലാത്തിന്റെ ലിസ്റ്റും ഇന്ന് വരെ ഉള്ളത്, അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത് ഫുൾ 1 by 1 ആയിട്ട് അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്.